കർത്താവിൻ്റെ മഹത്വമുള്ള നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്കമാലി ആഴകം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇമ്മാനുവേൽ മിഷൻ TV-യിൽ കൂടെ നിങ്ങളോട് ദൈവവചനം ശുശ്രൂഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ചാനലിൽ കൂടെ ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഓരോ ദിവസവും കേൾക്കുന്ന ദൈവവചനത്താൽ നമ്മെ തന്നെ കണ്ട് ഉണരാനും കൂടുതൽ ദൈവകൃപ അനുഭവിച്ച് കർത്താവിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി പ്രവർത്തിപ്പാനും സർവശക്തനായ ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകുമാറാകട്ടെ. എന്നെ ഇന്ന് ചിന്തിപ്പിച്ച ഞാൻ ധ്യാനിക്കുന്ന വേദഭാഗം സഖരിയ പ്രവാചകന്റെ പുസ്തകം 10-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യമാണ്. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പീൻ, യഹോവ മിന്നൽ പിണർ ഉണ്ടാക്കും. നാം അധിവസിക്കുന്ന ഭൂമിയിൽ പല കാലങ്ങളിൽ കൂടെയാണ് നാം കടന്നു പോകുന്നത്. ശീതകാലം, വർഷകാലം, അങ്ങനെയൊക്കെയുള്ള പല കാലങ്ങളിൽ കൂടെയാണ് നാം കടന്നു പോകുന്നത്. ഓരോ കാലത്തിനും അതിൻ്റെതായ പ്രത്യേകതകളും ഭൂമിമേൽ അതിനൊരു സ്വാധീനവുമുണ്ട്. ആ കാലഗതികൾ അനുസരിച്ചാണ് ഫലവൃക്ഷാദികൾ ഉണ്ടാകുന്നത്, വിളവ് നടക്കുന്നത്, കൊയ്ത്ത് നടക്കുന്നത്. അപ്രകാരം എല്ലാ കാര്യങ്ങളും കാലഗതിക്കനുസരിച്ച് നടക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുമ്പോൾ ദൈവം കാലങ്ങളും സമയങ്ങളും നിശ്ചയിച്ചു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ സഖരിയ പ്രവാചകൻ വിളിച്ചു പറയുമ്പോൾ പറയുന്ന ഭാഗം ഇങ്ങനെയാണ്: പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ, കാലത്തെ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അപേക്ഷിപ്പാൻ കഴിയുകയുള്ളൂ. നാം ആയിരിക്കുന്ന കാലം, നാം ആയിരിക്കുന്ന ഈ സമയം ഏതെന്ന് തിരിച്ചറിയുമ്പോൾ ആ തിരിച്ചറിവിനനുസരിച്ചാണ് നമുക്ക് പ്രവർത്തിപ്പാൻ കഴിയുന്നത്. ഇവിടെ പറയുന്നത് പിന്മഴയുടെ കാലം. ഇതൊരു കൊയ്ത്തിനെ അല്ലെങ്കിൽ ഒരു കൃഷിയെ ആധാരമാക്കി പറയുന്ന ഒരു വേദഭാഗമാണെന്ന് നമുക്ക് യാക്കോബിന്റെ ലേഖനത്തിൽ വായിപ്പാൻ കഴിയുന്നുണ്ട്. കൃഷിക്കാരൻ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു എന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഫലം പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന്, നല്ല അനുഭവത്തെ കിട്ടേണ്ടതിന് കാലത്തെ തിരിച്ചറിയുക. വിത നടക്കേണ്ട സമയം ഏതെന്ന്, അതിനെ വളമിടേണ്ട സമയം ഏതെന്ന്, അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തേണ്ട സമയം ഏതെന്നൊക്കെ തിരിച്ചറിയുന്ന നല്ലൊരു കർഷകന് മാത്രമേ അതിന്റെ നല്ല അനുഭവത്തെ, നല്ല വിളവെടുപ്പിനെ ലഭ്യമാകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇവിടെ പിന്മഴയുടെ കാലമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുമ്പോൾ മുൻമഴ സംഭവിച്ചു, മുൻമഴ ഉണ്ടായി, അതിന്റെ വിത നടന്നു. ഇനിയും ഒരു ഫലശേഖരം നടക്കേണ്ടതുണ്ട്. ആ ഫലശേഖരത്തിന് മുൻപേ സംഭവിക്കേണ്ടുന്ന ഒരു മഴയാണ് പിന്മഴ എന്ന് പറയുന്നത്. ആകയാൽ ഇതൊരു ആത്മീയമായ ദൂതിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ 1-ാം നൂറ്റാണ്ടിൽ മർക്കോസിന്റെ മാളികയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ദൈവസഭ ആരംഭിച്ച് അവിടെ സുവിശേഷത്തിന്റെ വിത്ത് അന്നു മുതൽ പാകി കിളിർത്ത് ഫലപ്രാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു. 65-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ഒരു കൊയ്ത്തിന് സമയമായി, നിലങ്ങൾ കൊയ്ത്തിനു വേണ്ടി വെളുത്തിരിക്കുന്നു എന്ന് യേശുക്രിസ്തു സുവിശേഷങ്ങളിൽ നമുക്ക് മുന്നറിയിപ്പ് തരികയുണ്ടായി. അങ്ങനെയെങ്കിൽ നിലങ്ങൾ കൊയ്ത്തിന് പാകമാകുന്നതിന് മുൻപേ പെയ്യേണ്ടുന്ന ഒരു മഴയാണ് പിന്മഴ എന്ന് പറയുന്നത്. അപ്പോൾ ആ പിന്മഴ ലഭിച്ചാൽ മാത്രമേ വിളവിന്റെ പൂർത്തീകരണം, അല്ലെങ്കിൽ നമുക്ക് ആ കൊയ്ത്തിന്റെ ഫലപ്രാപ്തി അതിന്റെ 100 മേനി അനുഭവത്തിൽ പ്രാപിപ്പാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. അത് പ്രാപിക്കേണ്ടതിനു വേണ്ടി പിന്മഴയുടെ കാലത്തെ തിരിച്ചറിഞ്ഞ്
മഴയ്ക്കു വേണ്ടി അപേക്ഷിക്കണം. അതെ ദൈവമക്കളെ, നാം വന്നെത്തിയിരിക്കുന്ന, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നാം വന്നെത്തിയിരിക്കുന്ന കാലം ഒരു പിന്മഴയുടെ കാലമാണ്, ഒരു പിന്മഴയുടെ സമയമാണ്. അത് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാകുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവസഭ ഒരു കൊയ്ത്തിനു വേണ്ടി ഒരുക്കപ്പെടേണ്ട നാളുകളാണ്. ദൈവമക്കൾ ഒരു കൊയ്ത്തിനു വേണ്ടി ഒരുക്കപ്പെടേണ്ട നാളുകളാണ്. യേശു പറഞ്ഞ വാചകം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. യേശു പറഞ്ഞു, നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തു കിടക്കുന്നു. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിനു വേണ്ടി വേലക്കാരെ കൽപ്പിച്ചാക്കുവാൻ, പറഞ്ഞയക്കുവാൻ പ്രാർത്ഥിപ്പീനെന്ന് പറഞ്ഞതുപോലെ നമുക്ക് കൊയ്ത്തിന്റെ ഒരു അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് ഏറ്റവും ആസന്നമായ ഒരു കാലത്തിലാണ് നാം എല്ലാവരുമായിരിക്കുന്നത്. വേഗത്തിൽ ദൈവസഭയുടെ വാഗ്ദത്തങ്ങളെ നിവർത്തിച്ച് അനേകരെ കൃപയിലേക്ക് നയിച്ച് ദൈവസഭകൾ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട വളർച്ച പ്രാപിച്ച് പുരോഗതിയിലേക്കും അഭിവൃദ്ധിയിലേക്കും പോയി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ 30, 60, 100 മേനി ഫലം കായ്ക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ആകയാൽ കൊയ്ത്തിനു വേണ്ടി ഒരുക്കപ്പെടുന്ന ആ സമയത്തിനു മുൻപേ ഒരു പിന്മഴ വേണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥനാനുഭവം ഉണ്ടാകണം, അപേക്ഷിക്കുന്നവരാകണം. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പീൻ, യഹോവയാണ് മഴ നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ, നാം എന്തൊക്കെ ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം നാം എന്തൊക്കെ ചെയ്താലും അതിനൊക്കെ അപ്പുറത്തായി നമ്മുടെ കർത്താവ് ഒരു മഴ നമുക്ക് അയച്ചെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. 65-ാം സങ്കീർത്തനത്തിലെ വാക്യം ഇങ്ങനെയാണ്: യഹോവ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, ദൈവം അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. യഹോവയുടെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ദൈവം ഇങ്ങനെ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം സങ്കീർത്തന ഭാഗങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ആകയാൽ കർത്താവ് മഴ അയച്ചെങ്കിൽ മാത്രമേ അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് നമുക്ക് എത്തുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. മാനുഷികമായ പ്രയത്നങ്ങൾ കൊണ്ടോ മാനുഷിക പ്രവൃത്തികൾ കൊണ്ടോ മഴ പെയ്യിക്കാൻ സാധ്യമല്ല. എന്നൂടെ പറഞ്ഞാൽ, ഒരു ദേശത്ത് ഒരു സമൂഹത്തിന് മഴ ലഭിക്കണമെങ്കിൽ യാന്ത്രികമായ ഒരു മഴയുടെ സാധ്യതകളെ കൊണ്ട് സാധ്യമല്ല, യാന്ത്രികമായ ഒരു മഴ കൊണ്ട് സാധ്യമല്ല. അതിനപ്പുറത്ത് കർത്താവ് ഭൂമി നനയുന്ന, ഫലപ്രാപ്തിയിലെത്തുന്ന, വിളവ് ലഭ്യമാകുന്ന ഒരു മഴയ്ക്കു വേണ്ടി നാം പ്രാർത്ഥിക്കുന്നവരാകണം. ഇന്ന് നമുക്ക് സംഭവിച്ചിരിക്കുന്ന വലിയൊരു അപജയത്തിന്റെ ഭാഗം എന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് നമുക്ക് എല്ലാത്തിനും സമയമുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കാൻ നമുക്ക് സമയമില്ലാതായി തീർന്നുകൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിന് മാത്രമേ ഈ അവസ്ഥകൾക്കൊരു ഭേദം വരുത്തി നല്ലൊരു കൊയ്ത്ത് തരാൻ, നല്ല ഫലപ്രാപ്തി തരാൻ, വേദപുസ്തകം പറയുന്നത് പോലെ 30, 60, 100 മേനിയായ ഒരു വിളവ് നമുക്ക് പ്രാപ്യമാകുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആകയാൽ യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പിൻ. അപ്പോൾ നാം കാലത്തെ അറിയണം. ഇനി യിരെമ്യാ പ്രവചനത്തിൽ പറയുമ്പോൾ ഇങ്ങനെ പറയുന്ന ഒരു വാചകം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്: കുറുമ്പ്രാവും കൊക്കും മീവൽ പക്ഷിയും തന്റെ മടങ്ങി വരവിനുള്ള കാലമറിയുന്നു. എന്നിട്ട് പറയുന്നു, എന്റെ ജനം അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് അറിയേണ്ടത് കുറുമ്പ്രാവും മീവൽ പക്ഷിയും കൊക്കും തന്റെ മടങ്ങി വരവിനുള്ള കാലമറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ, അതിനനുസരിച്ച് അവ തന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവിക കൃപ ലഭിച്ച, ദൈവിക വാഗ്ദത്തം ലഭിച്ച, ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ പലപ്പോഴും ദൈവത്തെ അറിയാനും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരേണ്ടുന്ന കാലത്തെ അറിയാനും മറന്നുപോകുന്നവരായി തീരുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ ഉപേക്ഷയായി വിചാരിക്കുന്നവരാകുന്നുണ്ട്. ആകയാൽ നമ്മുടെ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിങ്കിലേക്കൊന്ന് മടങ്ങി വരുവാൻ, ഒരു നല്ല കൊയ്ത്ത് പ്രാപിപ്പാൻ, നല്ല ഫലശേഖരം നമുക്കുണ്ടാകാൻ ഇടവരേണ്ടതിന് പ്രകൃതിയിലുള്ള പക്ഷികൾ ആ കാലമറിഞ്ഞ് അതിനുവേണ്ടി ഒരുക്കപ്പെടുന്നെങ്കിൽ ഈ കാലത്തെ നമുക്ക് നന്നായി ഒന്ന് വിവേചിക്കാം. ഈ കാലത്തെ നമുക്ക് നന്നായി ഒന്ന് തിരിച്ചറിയാം. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുക്ക വാതുക്കലായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം എല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ട് ആ കർത്താവിന്റെ വരവിന് വേണ്ടി
ഒരുക്കപ്പെട്ട് ആ നല്ല അനുഭവത്തെ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് നാം ഒരു കൊയ്ത്തിനു വേണ്ടി അല്ലെങ്കിൽ പിന്മഴയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ആ പിന്മഴയുടെ അനുഭവത്തെ നമുക്ക് പ്രാപിപ്പാൻ കഴിഞ്ഞാൽ സഭകൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ വേലസ്ഥലങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ പ്രസ്ഥാനങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ കൂടിവരവുകൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ കൂട്ടായ്മകൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ ഓരോ കർത്താവിന്റെ നാമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് ദൈവികമായ ഒരു സന്ദർശനം അല്ലെങ്കിൽ ഒരു മഴ നമുക്ക് ആവശ്യമാണ്. ആകയാൽ അതിനുവേണ്ടി ആകാംക്ഷയോടെ വാഞ്ചയോടെ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയാകണം. ഇനി റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് ഏറ്റവും അടുക്കലായിരിക്കുന്നു. അത് രക്ഷയുടെ ത്രികാല അനുഭവത്തെയാണ് കാണിക്കുന്നത്. ഒന്ന്, നാം രക്ഷിക്കപ്പെട്ടു. രണ്ട്, രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. മൂന്ന്, രക്ഷയുടെ ത്രികാല അനുഭവത്തിൽ മൂന്നാമത്തേത് രക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ രക്ഷയുടെ അനുഭവം പ്രാപിച്ചിട്ടില്ലെങ്കിൽ സമയത്തെ തിരിച്ചറിയുക. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. മനുഷ്യവർഗത്തിന്റെ പാപശാപ രോഗ ദുരിതങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പക്ഷവാദം ചെയ്യുന്ന യേശു ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ പ്രാപിക്കാത്തവരായി ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാന്യ ശ്രോതാക്കളെ, അതിനുള്ള തക്ക സമയം ഇതാണ്. ഈ സമയത്തെ നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. ക്രിസ്തുയേശുവിൽ കൂടെയുള്ള രക്ഷയെ കരസ്ഥമാക്കി ഈ പാപാന്തകാരത്തിൽ നിന്ന് അല്ല, വരാൻ പോകുന്ന നിത്യന്യായവിധിയിൽ നിന്ന് ഒരു മോചനം പ്രാപിപ്പാൻ കർത്താവ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ആകയാൽ സമയം തക്കത്തിൽ ഉപയോഗിപ്പാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് നമുക്ക് ഏറ്റവും അടുത്തായിരിക്കുന്ന ആ രക്ഷയെ ആരും തള്ളിക്കളയരുത്, ആരും വെറുതെ വിചാരിക്കരുത്, ആരും ഉപേക്ഷയായി വിചാരിക്കാതെ ആ രക്ഷയെ കരസ്ഥമാക്കുവാൻ തക്കവണ്ണം ദൈവകൃപയിൽ ശരണപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി, പകലടുത്തിരിക്കുന്നു. രാത്രി കഴിയാറായി, പകലടുത്തിരിക്കുന്നു. നമ്മുടെ രക്ഷ ഏറ്റവും അടുക്കലായിരിക്കുന്നു. ആകയാൽ ഞങ്ങളെ കേൾക്കുന്ന, എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ആ രക്ഷ നിങ്ങൾക്ക് കൈവശമായില്ലെങ്കിൽ യിരെമ്യാപ്രവചനത്തിലെ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. വിതയും കഴിഞ്ഞു, കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, ഞാനോ രക്ഷിക്കപ്പെട്ടില്ല എന്ന് ആ സങ്കട വാർത്ത കേൾക്കാൻ ഇടയാകാതിരിക്കേണ്ടതിന്, അപ്രകാരം പറയാൻ ഇടയാകാതിരിക്കേണ്ടതിന് എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, നമ്മുടെ രക്ഷയുടെ സമയത്തെ നമുക്ക് തിരിച്ചറിയാം. ദൈവകൃപയിലായ എന്റെ പ്രിയ ദൈവമക്കളെ, നാം ഒന്നുകൂടെ ഉണർന്ന് തലകളെ ഉയർത്തേണ്ട സമയമാണ്. നാം രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് സത്യമാണ്, സ്നാനപ്പെട്ടു എന്നുള്ളത് സത്യമാണ്, അഭിഷേകം പ്രാപിച്ചു, ദൈവകൃപയിൽ നിലനിൽക്കുന്നു. എന്നാൽ നമ്മുടെ തലകളെ ഒന്ന് ഉയർത്താം. നമ്മുടെ രക്ഷ ഏറ്റവും അടുക്കലായിരിക്കുന്നു, ഏറ്റവും അടുക്കലായിരിക്കുന്നു. ആകയാൽ മന്ദതകൾ അകന്ന്, മടികളെ വിട്ട്, അലസതകളെ മാറ്റി, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിച്ചും ആ രക്ഷയിൽ ഭാഗവാക്കുകളാകുവാനും സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവർക്കും ഇടയാക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആകയാൽ നമുക്ക് സമയമേറ്റവും മുൻപിൽ അടുത്തിരിക്കുന്നു. ആ സമയത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ, കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടാൻ, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഏറ്റവും അടുക്കലായിരിക്കുന്നു. ആകയാൽ ആർക്കെങ്കിലും ആ രക്ഷ ലഭ്യമാകാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഉണർന്ന് തലകളെ ഉയർത്തി കർത്താവിന്റെ വരവിനായി നോക്കി പാർക്കാം. പിന്മഴയുടെ കാലമാണ്. ഈ കാലത്ത് പൊട്ടിപ്പുറപ്പെടേണ്ടുന്ന ഉണർവിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ആ നനവിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ആ മഴയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്രകാരം പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്: നമ്മുടെ കൊയ്ത്ത് നടക്കാറായി. സ്തോത്രം. അങ്ങനെ ആ കൊയ്ത്തിൽ നിന്ന് ഫലശേഖരം പൂർത്തിയായി കളപ്പുരയിലേക്ക് ചേർക്കപ്പെടുന്ന ആ നല്ല അനുഭവത്തിൽ എത്താൻ കാലമായി. അതുകൊണ്ട് കാലത്തെ തിരിച്ചറിയാം. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, നമ്മുടെ
ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് പോലും അകറ്റിക്കളയത്തക്കവണ്ണം ലോകത്തിന്റെ കണ്ടുപിടുത്തങ്ങളും ലോകത്തിന്റെ അനുഭവങ്ങളും വർദ്ധിച്ചു വരുമ്പോൾ നമ്മുടെ പക്കലുള്ളത് വർഷങ്ങൾക്ക് മുൻപേ പിതാക്കന്മാരെഴുതി രചിക്കപ്പെട്ട വിശുദ്ധ വേദപുസ്തകമാണ്. ഈ പഴഞ്ചൻ പുസ്തകം കൊണ്ട് എന്ത് നേടും, എന്ത് നടക്കുമെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഈ ഏത് കാലത്തെയും അതിജീവിക്കാൻ കഴിയുന്ന തിരുവെഴുത്താണ് ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. ഏത് കാലത്തെയും അതിജീവിക്കുന്ന തിരുവെഴുത്ത് നമ്മുടെ കയ്യിൽ കർത്താവ് തന്നിരിക്കുമ്പോൾ ആ തിരുവെഴുത്ത് ധ്യാനിച്ചും വായിച്ചും പഠിച്ചും കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് നോക്കി പാർക്കാം. നമ്മെ ചേർപ്പാൻ യേശു മടങ്ങി വരാറായി. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ലോകരാജ്യങ്ങൾ അത് വിളിച്ചറിയിക്കുന്നു, പ്രകൃതി അത് വിളിച്ചറിയിക്കുന്നു, കാലാവസ്ഥ അത് വിളിച്ചറിയിക്കുന്നു, ഭരണകൂടങ്ങൾ അത് വിളിച്ചറിയിക്കുന്നു, നമ്മുടെ ദേശം അത് വിളിച്ചറിയിക്കുന്നു, നമ്മുടെ ചുറ്റുപാടുകൾ അത് വിളിച്ചറിയിക്കുന്നു. ആകയാൽ ആ വിളിച്ചറിയിക്കുന്നത് പിന്മഴയുടെ കാലമെന്ന് തിരിച്ചറിഞ്ഞ് മഴയ്ക്ക് വേണ്ടി അപേക്ഷിച്ച് കർത്താവിനോട് നല്ലൊരു കൊയ്ത്ത് പ്രാപിപ്പാൻ ഇടവരേണ്ടതിന് കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് നോക്കി പാർക്കാം. ആ പിന്മഴയുടെ അനുഭവത്തെ പ്രാപിച്ച് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി നല്ല കൊയ്ത്തിന് അംശികളായി തീരുവാൻ സർവശക്തനായ ദൈവം എല്ലാവർക്കും ഇടയാക്കട്ടെ. ഞങ്ങളെ കേൾക്കുന്ന ആർക്കെങ്കിലും അത് നഷ്ടപ്പെട്ടു എന്ന് വരാതിരിപ്പാൻ അതിനുവേണ്ടി ഒരുങ്ങുക, ഉത്സാഹിക്കുക, പ്രാർത്ഥിക്കുക. യേശു മടങ്ങി വരാറായി. നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.